ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ LRTV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവയാനി ഓടി വന്ന് ചന്തമോളെ വാരി ഇങ്ങ് എടുക്കുക, മുത്തശ്ശിയുടെ പൊന്നുമോളെന്നും പറഞ്ഞു. അപ്പോൾ ചന്തമോളെ സ്കൂളിൽ നിന്ന് നേരെ ആദർശേട്ടനെ ഇങ്ങ് വിളിച്ചുകൊണ്ട് വന്നു എന്നും ദേവയാനി പറയും. അപ്പോൾ നാളെ എല്ലാവരും വരുമോ മുത്തശ്ശി എന്നൊക്കെ കൊച്ചു ചോദിച്ചു. പിന്നെന്താ, എല്ലാവരും വരുമല്ലോ. മുത്തശ്ശനും വരുമോ എന്ന് ചോദിച്ചു. അന്നേരം വലിയ മുത്തശ്ശനാണോ? വലിയ മുത്തശ്ശൻ വരത്തില്ല, മോളെ തിരിച്ചു തന്നിട്ടേ അതിന് വലിയ മുത്തശ്ശനെ വഴക്ക് പറയണം കേട്ടോ എന്നൊക്കെ ദേവയാനി കൊച്ചിനോട് പറയുന്നു. മുത്തശ്ശന്മാരായ ഇത്രയും വാശി പാടില്ലെന്നും പറയുമെന്ന് ചോദിച്ചു. പറയാമെന്നും പറഞ്ഞു കൊച്ച്. അപ്പോൾ ദേവയാനി ഇതൊക്കെ പറയുന്നത് കേട്ട് നയനി ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. ഇതേ സമയത്ത് നമ്മുടെ മുത്തശ്ശൻ അവിടെ ഇങ്ങനെ മക്കളെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നു. ഫോണിൽ ഓരോന്നൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. അതെ, അനിമോനല്ലേ തനിക്ക് ഈ മൊബൈൽ 4-5 മാസം മുന്നേ മേടിച്ചു തന്നോന്ന് ചോദിച്ചപ്പം അതെ, പക്ഷെ എന്ത് ചെയ്യാനാ, എനിക്കിത് ശരിക്കും ഉപയോഗിക്കാൻ പോലും അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയാം. അപ്പം തനിക്ക് വീഡിയോ കോൾ ചെയ്യാൻ അറിയാവോ എന്ന് ചോദിച്ചു. വീഡിയോ കോളോ? അങ്ങനെ കോള് വരുമ്പോഴേ ഞാൻ പലരോടും സംസാരിച്ചിട്ടുണ്ട്, പക്ഷേ ഇതുവരെ വീഡിയോ കോളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു മുത്തശ്ശി. എന്നാലേ അത് താൻ പഠിക്കണം കേട്ടോ. പിന്നെ ഈ പ്രായത്തിൽ ഞാൻ എന്തിനാ ഇതൊക്കെ പഠിക്കുന്നത്, അതിൻ്റെ ആവശ്യം എന്താന്നൊക്കെ ചോദിച്ചത് മുത്തശ്ശിയോട്. എന്നാലേ നാളെ നടക്കുന്ന ചടങ്ങ് എനിക്ക് ലൈവായിട്ട് കാണാൻ പറ്റുള്ളൂ എന്ന കാര്യം പറയാം. അപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല എന്താ ഇദ്ദേഹം പറയണേന്ന് ചോദിച്ചു. എടോ, നാളെ അവിടെ 3-ാം മാസ ചടങ്ങ് നടക്കുമ്പോൾ താൻ എന്നെ വിളിക്കണം, വീഡിയോ കോൾ വിളിക്കണമെന്ന് മുത്തശ്ശൻ പറയുവാണ്. എന്നിട്ട് അവിടെ നടക്കുന്നതൊക്കെ താൻ എനിക്ക് കാണിച്ചു തരണമെന്നും പറഞ്ഞു. അയ്യോ, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, ഇതൊന്നും വലിയ പ്രയാസമുള്ള കാര്യമല്ലടോ. ഈ അടുക്കളയിൽ പാചകം ചെയ്യുന്നുണ്ടല്ലോ, അതാണ് ശരിക്കും പഠിക്കാൻ ബുദ്ധിമുട്ട്. അതൊക്കെ നിസ്സാരമായിട്ട് ചെയ്യുന്ന തനിക്ക് ഒരു വീഡിയോ കോൾ ചെയ്യുന്നതാണ് അത്ര വലിയ പ്രയാസമായിട്ടുള്ള കാര്യം. ഞാൻ പഠിപ്പിച്ചു തരാമെന്നും പറഞ്ഞ് മുത്തശ്ശൻ കാണിച്ചും കൊടുക്കുക. അങ്ങനെ മുത്തശ്ശനെല്ലാം മുത്തശ്ശിക്ക് വളരെ നന്നായി പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ കണ്ട് മുത്തശ്ശി ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ ഇരിക്കുവാണ്. അങ്ങനെ എല്ലാം കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഇതുപോലെ ചെയ്യില്ലേന്ന് ചോദിച്ചു. ഷോ, എൻ്റെ ദൈവമേ, ഞാൻ ചെയ്യണോ? ചെയ്യണം. താൻ എന്നെ വീഡിയോ കോൾ വിളിക്കണം, എന്നിട്ട് അവിടെയുള്ള ദൃശ്യങ്ങളൊക്കെ എന്നെ കാണിക്കുകയും വേണമെന്ന് പറഞ്ഞു. 3-ാം മാസ ചടങ്ങ് നടക്കുമ്പോഴേ അതുപോലെയാണ് ചെയ്യേണ്ടതെന്ന കാര്യമൊക്കെ മുത്തശ്ശൻ പറയുക. അപ്പോൾ അത് കേട്ടപ്പം മുത്തശ്ശി ഒന്ന് ചിരിച്ചു. ഒന്ന് ചെല്ലടോ, ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്താലേ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ പറ്റുള്ളൂ എന്നും പറഞ്ഞു. വയസ്സാം കാലത്തിന് ഞാൻ എന്തൊക്കെ വേഷം കെട്ടിയാലാന്നും പറഞ്ഞ് മുത്തശ്ശി ഇരിക്കുമ്പം ഇതൊക്കെ ഒരു രസമല്ലടോ എന്ന് ചോദിച്ചു. എനിക്കേ ഇത് അത്ര വലിയ രസമായിട്ടൊന്നും തോന്നണില്ല കേട്ടോ എന്ന് പറയാണ് മുത്തശ്ശി. അപ്പോൾ ഒന്ന് വിളിക്കടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. മുത്തശ്ശി എന്നിട്ട് വിളിച്ചു മുത്തശ്ശൻ്റെ ഫോണിലേക്ക്, അപ്പുറം മാറി നിന്ന്. അപ്പോൾ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഓക്കെ ആയി. മുത്തശ്ശൻ അവിടെ അറ്റൻഡ് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ നോക്കുമായിരുന്നു, അതിന് ഇങ്ങോട്ട് വിളിച്ചോ എന്ന് ചോദിച്ചപ്പം താനെന്താ ഇങ്ങോട്ട് വിളിക്കാത്തോന്ന് ചോദിച്ചപ്പം ഞാൻ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നേ, ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല എന്ന് മുത്തശ്ശി. അപ്പം മുത്തശ്ശൻ പറഞ്ഞു, ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ച് നോക്കടോ, അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങോട്ട് വിളിച്ചേക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. ഇല്ല, വിളിക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇത് രണ്ടുപേരും കൂടെ പ്രാക്ടീസ് തുടങ്ങി. ആ സമയത്ത് നമ്മുടെ മുത്തശ്ശി വിളിച്ചു, ഓക്കെ ആയി. പിന്നെ അത് മുത്തശ്ശനായിട്ട് സംസാരിച്ചു. ഇപ്പം എങ്ങനെയായി, ഓക്കെ ആയില്ലേ എന്ന് മുത്തശ്ശൻ ചോദിച്ചു. പിടി കിട്ടി എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ അനി അങ്ങോട്ടേക്ക് വരിക. അനി അങ്ങോട്ട് വന്നിട്ട് ഇവർ തമ്മിലുള്ള ആ ഒരു ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശിയോട് പറയുവാണ്, ഇനി എവിടെ പോയാലും ഇങ്ങനെ വിളിക്കണം കേട്ടോ. അപ്പോൾ വിളിക്കാം എന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ ഹായ് മുത്തശ്ശ എന്ന് പറഞ്ഞാൽ അനി പുറകെ കൂടെ വന്ന് കൈ പൊക്കി കാണിക്കാം. ഇത് കൊള്ളാവല്ലോ. അടുത്ത മുറിയിലിരിക്കുന്ന മുത്തശ്ശി വീഡിയോ കോൾ ചെയ്യാണോ എന്ന് ചോദിച്ചു. ഇതൊക്കെ ഒന്ന് പഠിച്ചിരിക്കേണ്ടടാ മോനെ എന്ന് മുത്തശ്ശി ചോദിച്ചു. നിന്റെ മുത്തശ്ശനാ ഇപ്പം എന്നെ ഇത് പഠിപ്പിച്ചതെന്നും എന്നിട്ട് ഇവിടെ വന്ന് വിളിക്കാൻ പറഞ്ഞെന്നും മുത്തശ്ശി പറയുന്നു. അപ്പോൾ മുത്തശ്ശ എന്താണ് ഉദ്ദേശം എന്ന് ചോദിച്ചേ. അപ്പോൾ ഉദ്ദേശം ഒന്നുമില്ല, നീയൊക്കെ മാത്രം ഇങ്ങനെ വീഡിയോ കോൾ ചെയ്ത് രസിച്ച് നടന്നാൽ മതിയോ? ഞങ്ങൾ വയസ്സ് ചെയ്യുന്നവരും അങ്ങനെയൊക്കെ ചെയ്യണ്ടേ എന്ന് ചോദിച്ചപ്പം ഈ പ്രായത്തിൽ മുത്തശ്ശിയും കൂടി വീഡിയോ കോൾ ചെയ്ത് പ്രേമിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ പോടാ അവിടെ നിന്നും പറഞ്ഞു മുത്തശ്ശി പറയാം. അപ്പോൾ വെച്ചിട്ട് പോടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശൻ അങ്ങനെ മുത്തശ്ശൻ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് മുത്തശ്ശി ഇങ്ങനെ ചിരിക്കുവാണ്. മുത്തശ്ശന് എന്താ പറ്റി? മുത്തശ്ശി വയസ്സാം കാലത്തെ കൊച്ചുകുട്ടികളുടെ സ്വഭാവം വരുമെന്നൊക്കെ പറയാറില്ലേടാ, ഇപ്പം അങ്ങനെ ആയിരിക്കുകയാണെന്ന കാര്യം മുത്തശ്ശി ഇങ്ങനെ അനിയോട് പറയുമ്പം, എന്നിട്ടിപ്പം മുത്തശ്ശൻ്റെ സ്വഭാവം കണ്ടിട്ടെ എനിക്ക് അങ്ങനെയൊന്നും അല്ലല്ലോ തോന്നുന്നത്. നാളെ ഏട്ടത്തിയുടെ 3-ാം മാസ ചടങ്ങ് നടക്കാം, അതിൽ പങ്കെടുക്കില്ല എന്ന് വാശിയിലാണല്ലോ മുത്തശ്ശി നിർബന്ധിച്ചിട്ട് പോലും മുത്തശ്ശൻ വരുന്നില്ലല്ലോ. ആ ഒരു കാര്യത്തിൽ മാത്രം നിന്റെ മുത്തശ്ശന് ഒരു മാറ്റവും ഇല്ല എന്ന് മുത്തശ്ശി പറഞ്ഞപ്പം അത് മുത്തശ്ശിയുടെ കഴിവുകേടാ. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞ്? അല്ലെങ്കിൽ മുത്തശ്ശനൊന്ന് മുഖം കറുത്താൽ സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. എടാ മോനെ, ഞാൻ പറയാത്തത് കൊണ്ടാണോടാ എത്ര തവണ ഞാൻ ചൂടായി വഴക്കിട്ട് മിണ്ടാതെ നടന്നു, എന്നിട്ടും ഒരു മാറ്റവും ഇല്ലല്ലോ. പറഞ്ഞിട്ട് കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നമ്മുടെ മുത്തശ്ശി അങ്ങ് പോയി. ഈ സമയത്ത് അനി അവിടെ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക. പിന്നെ മുത്തശ്ശൻ്റെ അരികിലേക്ക് മുത്തശ്ശി ചെല്ലുവാണ്.
ഭയങ്കര ചിരിയോടെ. അവന് സംശയമൊന്നും തോന്നിയില്ലല്ലോ അല്ലേ? ആ, ഇല്ലെന്നാ തോന്നണേ. ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പം ആവശ്യം ഉണ്ടടോ. നാളെ അവിടെ ചടങ്ങുകൾ നടക്കുമ്പോഴേ എനിക്ക് എത്താൻ പറ്റാത്തതിൻ്റെ നല്ല വിഷമമുണ്ടെന്ന കാര്യം മുത്തശ്ശൻ ഇങ്ങനെ മുത്തശ്ശിയോട് പറയുക. അതിൻ്റെ കൂടെ എങ്ങനെയെങ്കിലും ഈ രീതിയിലെങ്കിലും കണ്ടില്ലെങ്കിലുണ്ടല്ലോ അതിൻ്റെ വിഷമം എത്രയാണെന്ന് തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അവിടെ നടക്കുന്ന ചടങ്ങുകൾ മൊബൈലിൽ പിടിച്ചിട്ട് കൊണ്ടുവന്നാൽ പോരെന്ന് ചോദിച്ചപ്പം പോരാ, എനിക്കതൊക്കെ ലൈവായിട്ട് തന്നെ കാണണമെന്ന് പറഞ്ഞു. ഓ, ഇത് വല്ലാത്ത സ്വഭാവം തന്നെയാട്ടോ എന്ന് പറയുമ്പോൾ മുത്തശ്ശനൊന്ന് ചിരിച്ചു. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ഒരു ഡീൽ ഉണ്ടാക്കുവാണ് അനന്തപുരിയിൽ. ഇതൊന്നും അറിയാതെ നമ്മുടെ ആദർശും അതുപോലെ നയനയും ഒക്കെ അവിടെ ഇങ്ങനെ മുത്തശ്ശൻ വരാത്തതിൽ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പം ആദർശാണെങ്കിൽ അവിടെ പുറത്ത് പോയി ഇങ്ങനെ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നയന അതുവഴി വന്നു. ആദർശേട്ടാ, എന്തായാലും മുത്തശ്ശി ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്, മുത്തശ്ശൻ പോണ്ടാന്ന് പറഞ്ഞിട്ടും അത് കേട്ട മട്ടില്ലെന്നാ അമ്മ പറഞ്ഞതെന്ന് നയന പറഞ്ഞു. ഇപ്പോഴും മുത്തശ്ശനും മുത്തശ്ശിയെ പേടിയാ. മുത്തശ്ശി ഒന്ന് പിണങ്ങിക്കഴിഞ്ഞാലേ പിന്നെ മുത്തശ്ശന് സംസാരമൊന്നും ഇല്ലാന്ന കാര്യം പറയുവാണ് ആദർശ്. എങ്കിലും നിന്റെ 3-ാം മാസ ചടങ്ങിൽ മുത്തശ്ശൻ മാറി നിൽക്കുന്നത് എനിക്ക് വിഷമമുള്ള കാര്യമാണെന്നും പറഞ്ഞു. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും, എനിക്കൊന്ന് വിളിക്കണമെന്നുണ്ട്, പക്ഷെ വിളിച്ചാൽ എടുക്കുമോ എന്നൊക്കെ നയന ചോദിക്കുക കേട്ടോ. മുത്തശ്ശിയെ വിളിച്ചിട്ട് വേണമെങ്കിൽ കൊടുക്കാൻ പറയാമെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ വിളിച്ചിട്ടും കഥയൊന്നുമില്ല. മുത്തശ്ശൻ വരില്ല എന്ന് അമ്മയോടൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ ദേഷ്യപ്പെട്ടാലും നമുക്ക് അതിനേക്കാളും സങ്കടമാവില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ മാളവികയുടെ കോള് വന്നു. മാളവിക എന്ന് പറഞ്ഞാൽ വേഗം എടുത്തു കിട്ടും ആദർശ. ഇവിടുന്ന് ഡേവിഡ് സാർ പുറത്തേക്ക് പോയിട്ടുണ്ടെന്നും എനിക്ക് തോന്നുന്നതേ ആ ഹോട്ടലിലേക്കാണെന്നാണെന്ന കാര്യം മാളവിക പറയുമ്പം ശരി താൻ വെച്ചോളം പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ ഡേവിഡേ ഓഫീസിൽ നിന്ന് പോയിട്ടുണ്ടെന്നും അയാൾ മിക്കവാറും ആ ഹോട്ടലിൽ തന്നെ ആയിരിക്കും പോയിരിക്കുന്നത്. ഇപ്പം തന്നെ നന്ദുവിനെ വിളിച്ച് വിവരം പറയണമെന്ന് പറഞ്ഞു. ആ ഹോട്ടലിൽ CCTV ക്യാമറ ഇല്ലേ ആദർശേട്ടാ? CCTV ഒക്കെ ഉണ്ട്, പക്ഷേ അടുത്ത ഫോട്ടോസ് നമുക്ക് എടുക്കാൻ പറ്റില്ല, രഹസ്യമായി ഡീൽ ചെയ്യുന്നവർ വിഷ്വൽസൊക്കെ നമ്മളെ കാണിക്കുമോ എന്ന് ചോദിച്ചു. ആ സാരമില്ല, എല്ലാം നമുക്ക് കണ്ടുപിടിക്കാന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് വേഗം നന്ദുവിനെ വിളിക്കുക. നന്ദു ആണെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്യാണ്, യൂണിഫോമിലല്ല സാധാ ഒരു ഇതിൽ. അപ്പോൾ നന്ദു ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും അയാളുടെ വണ്ടി അതുവഴി പോകുന്നത് നന്ദു കണ്ടു. അടുത്ത സെക്കൻഡിൽ തന്നെ നന്ദു ആദർശിനെ വിളിച്ചു. ഹലോ നന്ദു, അയാളുടെ കാർ ഇപ്പോൾ എന്നെ പാസ് ചെയ്ത് പോയിട്ടുണ്ട്, ആ ഹോട്ടലിലേക്കാണെന്നാണ് തോന്നുന്നതെന്ന് നന്ദു പറയുമ്പം നീ അയാളെ ഫോളോ ചെയ്തു, ഞാൻ അങ്ങോട്ടേക്ക് എത്തിക്കോളാമെന്ന് പറഞ്ഞു. ശരി ആദർശേട്ടാന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ അയാൾ ആ ഹോട്ടലിലേക്ക് തന്നെയാണ് പോയിരിക്കുന്നത്. ഈ ഡേവിഡ് വിളിക്കുന്ന എക്സ് എന്ന് പറയുന്ന ആൾ ആ ലൊക്കേഷനിലാണ് ആ ഒരു ഇതിലാണ് ഉള്ളതെന്നാണോ എന്നോട് പറഞ്ഞത്. അയാളിലേക്കുള്ള ദൂരം കുറഞ്ഞു വരികയാണ്, ഞാൻ അങ്ങോട്ട് പോയി നോക്കിയിട്ട് വരാട്ടോ എന്നും പറഞ്ഞ് ആദർശ് പോണു. നയനയ്ക്കാണെങ്കിൽ ആകെ ആദ്യം പിടിച്ചിങ്ങനെ അവിടെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ കനക നയനയുടെ വീട്ടിലേക്ക് വന്നു. കോളിംഗ് ബെല്ല് അടിച്ചു. നമ്മുടെ ആ ഹോം നേഴ്സ് ചേച്ചി വന്ന് ഡോറ് തുറന്നു. അപ്പോഴത്തേക്ക് ഒരു വലിച്ച ചിരിയൊക്കെ ചിരിച്ച് നമ്മുടെ കനക ഇങ്ങനെ നിൽക്കുന്നു. ചേച്ചിയും അതുപോലെ തന്നെ ചിരിച്ച് കനക അകത്തേക്ക് വിളിക്കുക കേട്ടോ. ആഹാ, ആരായി വന്നിരിക്കണേ എന്നൊക്കെ ചോദിച്ച്. ഞാനേ പിന്നീട് മോഷണമൊന്നും നടത്തിയില്ല കേട്ടോ എന്ന് പറയുമ്പോൾ അങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കനക. അപ്പോഴത്തേക്കും ദേവയാനിയും നയനയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. അത് പിന്നെ അന്ന് അങ്ങനെ ഒരു അബദ്ധം പറ്റിയതല്ലേ എൻ്റെ എലിസബത്തെ, അത് നീ അങ്ങ് മറന്നേക്ക് എന്നും പറഞ്ഞ കനക. അത് പറഞ്ഞേ ആൻറ്റി ഇപ്പോഴും ചിരിയോട് ചിരിയാണെന്ന് നയന പറഞ്ഞു. എലിസബത്തിനെ ഞങ്ങൾക്കൊന്നും അറിയാത്തതല്ല കനക എന്ന് ദേവയാനി പറഞ്ഞു. അപ്പോൾ അതിപ്പോൾ ഒരബദ്ധം ആർക്കാണെങ്കിലും പറ്റൂല അല്ല എലിസബത്തെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ കനകയെ എലിസബത്ത് ആര് കുഴപ്പക്കാരിയല്ല എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാനിവിടുന്ന് സ്ഥലം കാലിയാക്കിയല്ലോ ഒന്നും കനക പറയുന്നു. ഞാൻ കുഴപ്പക്കാരി ആകാറുണ്ട്, പക്ഷേ അത് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കുന്നവരുടെ അടുത്ത് മാത്രമാണെന്നും അല്ലാത്തവരുടെ മുന്നിൽ മൂർത്തി ജ്വല്ലറിയിലെ സ്വർണം പോലെ തന്നെ 916 തന്നെയാണെന്നും ആ ചേച്ചി പറയുക. ഞാൻ ചായ എടുക്കാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ആ ചേച്ചി അകത്തേക്ക് കയറിപ്പോയി. ആ ചേച്ചി അങ്ങ് പോയി കഴിഞ്ഞപ്പം അല്ല ദേവയാനി അമ്മ വന്നില്ലേന്ന് ചോദിച്ചു. നാളെ എല്ലാവരുടെയും കൂടെ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. അവിടെയുള്ളവരുടെ കാര്യം അങ്ങനെ തന്നെയാണ്, രണ്ടാളും ഒന്നിച്ച് നാളെ വരാമെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞ് കനക പറയുമ്പോൾ നന്ദുവിനെങ്കിലും വന്നുകൂടായിരുന്നു എന്ന് ചോദിച്ചു. അതെങ്ങനെയാണ് വരുന്നേ, അവളിപ്പോൾ വലിയ തിരക്കുള്ള പോലീസുകാരിയൊക്കെ അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് കനക. അല്ല മോളെ, നവ്യ നാളെ വരത്തില്ലല്ലോ എന്നിങ്ങനെ കനക. അപ്പോൾ വരികയില്ല എന്ന് പറഞ്ഞു. നവ്യ അബിയും അവൻ്റെ അമ്മയൊന്നും വരാനുള്ള ചാൻസ് ഒട്ടുമില്ല എന്ന് പറഞ്ഞു. ഒരു കണക്കിന് അവൾ വരാത്തത് തന്നെയാണ് നല്ലത്. വന്നാലും നവ്യ വഴക്കിടാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ വരുന്നത്. എന്നാലും ഞാൻ ആലോചിക്കുകയായിരുന്നേ, ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും നവ്യ എങ്ങനെ അവനെ സ്നേഹിക്കുന്നു എന്നുള്ളത്. നവ്യയുടെ നാവല്ലേ അമ്മേ, അവൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചേച്ചി അങ്ങ് വിശ്വസിപ്പിച്ച് വെച്ചേക്കായിരിക്കുമെന്ന് നയന പറയാം. എന്തു പറഞ്ഞ് വിശ്വസിപ്പിച്ചാലും നവ്യ ഒരു പൊട്ടിപ്പെണ്ണൊന്നും അല്ലല്ലോ മോളെ, അവൾ ചിന്തിക്കാൻ കഴിവുള്ളൊരു കുട്ടിയല്ലേ എന്ന് ചോദിച്ചു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ജലജ ആ വീട്ടിലെ സെർവൻറ്റിനെ പോലെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അവിടെ ജോലി എടുക്കുന്നത്. അബിയാണെങ്കിലോ അവനും അവിടെ അടിമയെ പോലെയാണ് കഴിയുന്നത്.
അതൊക്കെ എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധി അവൾക്കില്ലേന്ന് ചോദിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ചന്തുമോൾ അബിയുടെ കുഞ്ഞാണെന്ന് അറിഞ്ഞപ്പോൾ നവ്യ അത് വിശ്വസിച്ച് 2-3 ദിവസം ആരോടും മിണ്ടാതെ നടന്നത്. എന്നാൽ അതിനുശേഷവും അവൾ എന്തുകൊണ്ടാണ് അവനെ സ്നേഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകാത്തതെന്ന് കനക പറയുമ്പം ഇനിയിപ്പോൾ അതേപ്പറ്റി ഒന്ന് നമ്മൾ ആലോചിക്കണ്ടാമേ. നവ്യേച്ച് സത്യം അറിഞ്ഞതിന് ശേഷം നമ്മളെല്ലാവരും ഇനി എന്ത് സംഭവിക്കുമെന്നുള്ളൊരു ഭയത്തിലായിരുന്നല്ലോ. തൽക്കാലം അതൊക്കെ അകന്നു പോയില്ലേ. ഇനിയിപ്പോൾ അവരായി അവരുടെ പാടായി എന്നും നയന പറയുന്നു. എങ്കിലും ഒന്നുണ്ട് മോളെ, അബിയെ സ്നേഹിക്കുന്നതിന് കണ്ണീരല്ലാതെ മറ്റൊന്നും അവൻ തിരികെ കൊടുക്കില്ല എന്ന കാര്യം ദേവയാനി പറയുക. പിന്നെ നവ്യയോട് 1% പോലും സ്നേഹവും ആത്മാർത്ഥതയും ഇല്ലാത്ത ഒരുത്തനെയാണ് അവൾ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളെയൊക്കെ കുറ്റപ്പെടുത്തുന്നത്. അത് മോൾക്ക് അറിയില്ലേ എന്ന് ചോദിച്ചു. അതുകൊണ്ട് തന്നെ അവൾക്ക് ദോഷമല്ലാതെ ഒരു നന്മ പോലും ഉണ്ടാകാനും പോകുന്നില്ല. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ നയനയ്ക്കും കനകത്തിനൊക്കെ ഒരു സങ്കടം ദേവേനുള്ള കാര്യം പറയുന്നത് കേട്ടപ്പോൾ. പിന്നെ രാത്രി അനന്തപുരിയാണ് കാണിക്കുന്നത്. അനന്തപുരിയിൽ നമ്മുടെ നവ്യ ഇങ്ങനെ ഇരിക്കും കേട്ടോ, എന്തൊക്കെ ആലോചനയായിട്ട്. അപ്പോഴത്തേക്ക് അബി കയറി വന്നപ്പോൾ നാളെ അവളുടെ 3-ാം മാസ ചടങ്ങ് നടക്കുന്ന നമ്മളാരും പോകുന്നില്ലല്ലോ. അത് കഴിഞ്ഞാലേ നമുക്ക് പുറത്ത് പോയൊരു ആഘോഷം നടത്തണമെന്ന് നവ്യ അബിയോട് പറയാം. അബി ഒന്ന് ഇങ്ങനെ നോക്കുക, നിനക്ക് ജോലി കിട്ടല്ലേ, അത് മൂർത്തി ജ്വല്ലറിയുടെ എതിരാളികളായ കമ്പനിയിലല്ലേ നീ മാനേജറായിട്ട് പോകുന്നതെന്ന് ചോദിക്കും. ചിരിച്ചോണ്ട് നിൽക്കും അബി. ഇവിടെ കാക്ക കാഷ്ടിച്ചാലും പൂജ, എന്നാൽ നമുക്ക് നല്ലൊരു ജോലി കിട്ടുന്ന സമയത്ത് അതൊന്നുമില്ല ഇവിടെയെന്നും നവ്യ ഇങ്ങനെ പറയണം. പിന്നെ എങ്കിലും ഞാനും നീയും നിൻ്റെ അമ്മയും കൂടി അതൊക്കെ നടത്തണമെന്ന് നവ്യ ഇങ്ങനെ പറയും കേട്ടോ. അബി അന്തം വിട്ട് നോക്കിയിരിക്കാം. നീ ജോയിൻ ചെയ്യാൻ പോകുന്ന ദിവസം പൂജ നടത്തണമെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. അതിവിടെയുള്ളവർക്ക് ദേഷ്യമാവില്ലേ എന്ന് അബി ചോദിച്ചപ്പം ഇവിടെയുള്ളവരുടെ കാര്യം എന്തിനാ നമ്മൾ നോക്കുന്നേ? നിന്റെ പെങ്ങൾ പോലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നില്ല. ആകെ നമ്മുടെ കൂടെ നിൽക്കുന്നത് നിന്റെ അമ്മ മാത്രമാണെന്നും അതുകൊണ്ട് നമ്മൾ 3 മാത്രം മതിയെന്നും പറയുവാണ് ഈ നവ്യ. പിന്നെ അവന്തികയെ വിളിക്കുന്നുണ്ടെങ്കിൽ വിളിക്ക്, അവൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വന്ന് പങ്കെടുക്കാൻ പറ. ഈ വീട്ടിലുള്ളവർക്കേ, പ്രത്യേകിച്ച് മുത്തശ്ശനും എനിക്കും ആദർശനും ഒക്കെ ഓർക്കാപ്പുറത്ത് കിട്ടിയ അടിയാണ് എനിക്ക് ഇപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന ഈ ജോലി. ഞാൻ മൂർത്തി ജ്വല്ലറിയിലെ വെറും ഒരു സ്റ്റാഫും മാത്രമായിരുന്നു ഇവിടെ. എന്നാൽ അവിടെ ഞാൻ മാനേജറാണ്. പിന്നെ അതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് ഇപ്പോഴും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അതെന്താ നിനക്ക് മനസ്സിലാവാത്തതാ? അതൊക്കെ എൻ്റെ മിടുക്കാണെന്ന് നവ്യ. ഞാൻ മോഡലായി വന്നതിന് ശേഷം അവർക്ക് ഉയർച്ച മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നും ഇപ്പോൾ ഗൾഫിലൊക്കെ എന്നെ വെച്ചെടുത്ത പരസ്യമാണ് അവർ ഉപയോഗിക്കുന്നതെന്നും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെലവുമില്ലാതെ എനിക്ക് നല്ല പബ്ലിസിറ്റി കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്നും പറയാം നവ്യ. അതുമാത്രമാണോ? ഇഷ്ടംപോലെ പൈസയും തരുന്നില്ലേ ഡേവിഡ് സാറ്? അതുകൊണ്ടാണ് മറ്റു പലരും വന്നിട്ടും അവരുടെ ഒന്നും പരസ്യം ചെയ്യണ്ടെന്ന് ഞാൻ വെച്ചതെന്നും നവ്യ പറയുന്നു. ഒരു സിനിമയുടെ ഓഫർ ഇടയ്ക്ക് വന്നതായിരുന്നു, അതും ഞാൻ വേണ്ടാന്ന് വെച്ചിരിക്കുകയാണെന്നൊക്കെ പറയുമ്പം അതൊക്കെ എന്തിനാ കളയുന്നത്? നിനക്ക് പൊയ്ക്കൂടെ എന്ന് ചോദിച്ചു അബി. പിന്നെ നീ പേരെടുക്കണം നിൻ്റെ അനിയത്തിമാരെക്കാട്ടിലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അബി ഇങ്ങനെ തട്ടി വിടുക. നിനക്ക് അഭിനയിക്കാൻ നല്ല ടാലൻ്റ് ഉണ്ട്, നീ ശ്രമിച്ചാലുണ്ടല്ലോ ചിലപ്പോൾ നയൻതാരയുടെ കണക്കൊരു പോക്കങ്ങ് പോകുമെന്നൊക്കെ പറഞ്ഞു. അത്രയ്ക്കും തിരക്കിലേക്കൊക്കെ പോയാലേ നമ്മുടെ മോൻ്റെ കാര്യം കഷ്ടത്തിലാവില്ലേ എന്ന് ചോദിച്ചു നവ്യ. എന്നും പറഞ്ഞ് നിൽക്കും അബി. അവനെ നോക്കാനും എന്താ ആളൊക്കെ വേണ്ടേന്ന് ചോദിച്ചു. ഇവിടെയുള്ളവരെല്ലാം ചന്തുമോളുടെ പിന്നാലെ അല്ലേ നടക്കുന്നത്, നമ്മുടെ കുഞ്ഞിനെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്പി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നീ അങ്ങനെ പടർന്ന് പന്തലിച്ച് പോയി കഴിഞ്ഞാലേ ചിലപ്പോൾ എൻ്റെ തലേന്ന് ഒഴിഞ്ഞു പോയെന്നിരിക്കുമെന്ന് അബി. അതുകൊണ്ടാണ് നിന്നെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് മനസ്സിലിങ്ങനെ അവിടെ പറഞ്ഞുകൊണ്ട് നിൽക്കുക കേട്ടോ. നീ എന്താ ആലോചിക്കുന്നേ എന്ന് നവ്യ ചോദിക്കണം. നമുക്ക് സിനിമയൊന്നും വേണ്ടടാ, ദേ ഇപ്പം ഞാൻ AN ജ്വല്ലറിയുടെ മോഡലാണ്, നീ അവിടുത്തെ മാനേജരും, നമുക്ക് അത്രയ്ക്കൊക്കെ മതിയടാന്ന് പറഞ്ഞു. ഇതുപോലെ നമ്മൾ ആഗ്രഹിച്ചതൊന്നും അല്ലല്ലോടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ സോപ്പിട്ടുകൊണ്ടിരിക്കുക. ആഗ്രഹിച്ചതിനപ്പുറം കിട്ടുമ്പം അതുകൊണ്ട് നമ്മൾ തൃപ്തിപ്പെടുക വേണ്ടതെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ, അപ്പം നീ അങ്ങനെ വിചാരിക്കുന്നെങ്കിൽ വിചാരിച്ചു. അപ്പം എൻ്റെ എല്ലാ ഭാഗ്യവും നീയാണ് നവ്യേ. എല്ലാവരും നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത്, അവിടെ ഒക്കെ നീ എൻ്റെ കൂടെ തന്നെ നിന്നില്ലേ എന്നൊക്കെ നവ്യയോട് ചോദിക്കുക അബി. അതിനെത്ര നന്ദി പറഞ്ഞാലും അത് അധികമാവില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ്. അയ്യോ, നവ്യയുടെ ചിരി എന്ന് പറഞ്ഞാൽ 916 മാറി നിൽക്കുന്ന ചിരിയും. അങ്ങനെ 2 പേരും കൂടെ അവിടെ നിൽക്കുന്നു. ഈ സമയം പിന്നെ കാണിക്കുന്നത് മുത്തശ്ശി പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, ഫോൺ വിളിക്കുന്നത്. അപ്പോൾ എല്ലാം ഓക്കെ ആയി, പഠിച്ചു, ഇനിയിപ്പോൾ തെറ്റ് കൂടാതെ വിളിക്കാൻ പറ്റും, ഞാൻ പഠിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിനോട് വീഡിയോ കോളിൽ പറയുക. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണമെന്ന് പറയുമ്പം എനിക്ക് ഒരു സംശയമില്ല എന്ന് മുത്തശ്ശി. ഞാൻ എന്താ വരുന്നു എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഫോണും പിടിച്ച് മുത്തശ്ശിൻ്റെ അടുത്തേക്ക് ചെല്ലുക. ഒരു മുറിയിൽ തന്നെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി നിന്നിട്ട് 2 പേരും കൂടി ഫോണിൽ സംസാരിക്കുന്നത്. അങ്ങനെ മുത്തശ്ശിൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മുത്തശ്ശിന് ഭയങ്കര സന്തോഷം. ഇത്ര നാളായിട്ട് വീഡിയോ കോൾ ചെയ്യാൻ അറിയാത്തത് വലിയ കഷ്ടമാട്ടോ എന്ന് മുത്തശ്ശിയോട് പറയുമ്പോൾ, എൻ്റെ പ്രായത്തിലുള്ള എത്ര പേർക്ക് വീഡിയോ കോൾ ചെയ്യാൻ അറിയാമെന്ന് ചോദിച്ചു മുത്തശ്ശനോട്. മക്കളും കൊച്ചുമക്കളും ഒക്കെയാണ് അങ്ങനെ വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് അവരെ കൊണ്ട് സംസാരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്.
പിന്നെ എനിക്കതിൻ്റെ ആവശ്യമൊന്നും ഇതുവരെ വന്നിട്ടില്ലല്ലോ എന്നും പറഞ്ഞു. അന്നേരം ഞാൻ ഇങ്ങനെ ഒരു സമീപനം എടുത്തത് കൊണ്ട് തനിക്കിപ്പോൾ അത് പഠിക്കാൻ കഴിഞ്ഞില്ലേടോ എന്ന് ചോദിച്ചു. ഈ വീഡിയോ കോൾ വന്നതിന് ശേഷമേ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഇതൊരു പതിവാക്കി എടുത്തിരിക്കുകയാണെന്ന കാര്യവും ആർക്കും ആരെയും പോയി കാണേണ്ട കാര്യമൊന്നുമില്ല, മൊബൈൽ എടുത്ത് വെച്ച് വിളിച്ചാൽ മതിയല്ലോ, അതോടെ അവരുടെ കടമയും കഴിയുമല്ലോ എന്നൊക്കെ പറഞ്ഞു. കാലം മാറുന്നതിനനുസരിച്ച് നിയമങ്ങളൊക്കെ മാറത്തില്ലടോ. ചില ക്ഷേത്രങ്ങളിൽ വളരെ കാലങ്ങൾക്ക് മുന്നേ മൃഗബലി ഉണ്ടായിരുന്നു. കോഴിനെ ആടിനെയൊക്കെ ബലി കൊടുക്കുമായിരുന്നു. അതൊക്കെ മാറ്റിയിട്ടാണല്ലോ ഇപ്പോൾ ഈ ഗുരുതിയൊക്കെ നടത്തുമ്പോൾ കുങ്കുമവും മഞ്ഞളും ഒക്കെ കലക്കി അത് രക്തമാണെന്ന് സമർപ്പിച്ച് ചില മൂർത്തികൾക്ക് സമർപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക. ക്ഷേത്ര ആചാരങ്ങളിൽ പോലും അങ്ങനെയുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കാം. പിന്നെ മനുഷ്യൻ്റെ കാര്യങ്ങൾ മാറണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഈ മൊബൈൽ വന്നതുകൊണ്ടേ ഗുണത്തേക്കാളേറെ ദോഷം തന്നെയാന്ന് മുത്തശ്ശി. മനുഷ്യർ തമ്മിൽ സംസാരം പോലും ഇല്ലാണ്ടായില്ലേ എന്ന് ചോദിച്ചു. ഇനി വരാൻ പോകുന്നത് ഇതിനേക്കാളും വികൃതമായിട്ടുള്ള ഒരു ലോകമാണെന്ന് മുത്തശ്ശൻ അന്നേരം പറയുന്നു. അതിനു മുൻപേ ജീവിച്ചു മരിക്കാൻ കഴിയുന്ന നമ്മളൊക്കെ ഭാഗ്യം ചെന്നവരാണെന്ന കാര്യവും മുത്തശ്ശൻ ഇങ്ങനെ മുത്തശ്ശിയോട് പറയാം. ഇനി ഉണ്ടാകാൻ പോകുന്ന തലമുറയാണ് ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ പോകുന്നതെന്നും പറഞ്ഞു. എന്തായാലും നാളെ താൻ ഒരു സംശയവും കൂടാതെ എന്നെ വീഡിയോ കോൾ ചെയ്തേക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ചടങ്ങുകളൊക്കെ നടക്കുമ്പോൾ മെല്ലെ ഒരിത്തിരി ദൂരെ മാറി നിന്നാൽ മതിയെന്നേ. അപ്പം ഇന്ന് തന്നെ അനി നമ്മളെ പിടിച്ചായിരുന്നല്ലോ, അതുപോലെ അവിടെ ആരെങ്കിലും എൻ്റെ പ്രവൃത്തി ശ്രദ്ധിക്കുമെന്ന് എനിക്ക് തോന്നണേന്ന് മുത്തശ്ശി. ആ സമയത്ത് താൻ പറയണം തൻ്റെ അനിയത്തിമാരുടെ ഏതെങ്കിലും കൊച്ചുമക്കൾ വിളിച്ചതാണെന്ന്. അങ്ങനെ തനിക്ക് പറഞ്ഞുകൂടെയെന്ന് ചോദിച്ചു. അപ്പം പറയാവുന്നു മുത്തശ്ശി. ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യം ഒന്ന് പറയട്ടെ. എന്താ? ഈ ചടങ്ങിൽ ഏറ്റവും കൂടുതൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുള്ളത് ഇദ്ദേഹത്തിനല്ലേ? ഇപ്പം മുത്തശ്ശനൊന്ന് ചിരിച്ചു. എന്നിട്ട് അതൊന്നും ആർക്കും അറിയത്തുമില്ല, ആരും മനസ്സിലാക്കിയിട്ടുമില്ല. അത് തനിക്കറിയാലോ, അത് മതി എനിക്കെന്ന് മുത്തശ്ശൻ അന്നേരം പറഞ്ഞു. വേറെ ആരെ അറിയിക്കേണ്ട കാര്യമില്ലാന്ന്. അങ്ങനെ അതും കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനി മുറിയിലിരുന്ന് ഭയങ്കര തല പുകഞ്ഞ് പണി ചെയ്തുകൊണ്ടിരിക്കാം. പനിയുടെ ഫോണിലേക്ക് ഇതേ ഒരു കോള് വരുന്നു. അത് വേറെ ആരുമല്ല, നന്ദുവാ. പറയടി മോളെ, നീ എന്തെടുക്കുവാന്ന് ചോദിച്ചു നന്ദു. ഞാനേ ഇവിടെ കുറച്ച് ജോലിയിലായിരുന്നു, പിന്നെ അത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പം ശല്യമായോ എന്ന് ചോദിച്ചു നന്ദു. ഏയ് ഒരിക്കലും ഇല്ല. നിന്നെ ഞാനങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കണമെന്ന് വിചാരിച്ചപ്പോഴാണ് നീ ഇങ്ങോട്ട് വിളിച്ചതെന്ന് പറഞ്ഞു. അല്ല, നാളെ എത്ര മണിക്കാണ് നീ എത്തുന്നേ? അത് പിന്നെ രാവിലെ വരുവടാ, അച്ഛനൊപ്പം വരണമെന്ന് വിചാരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഇവർ കുറേ നേരം വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ സാരി ഉടുക്കുന്നതിനെ പറ്റിയൊക്കെ അതിന് നന്ദുവിനോട് പറയും. അപ്പോൾ നാളെ സാരി ഉടുത്തുകൊണ്ട് വരണമെന്നൊക്കെ. അപ്പം നീ എന്നെക്കൊണ്ട് സാരി ഉടുപ്പിച്ചിട്ട് ഞാൻ പറയുന്ന ഡ്രസ്സ് നീ ഇട്ടുകൊണ്ട് വരില്ലെന്ന് എനിക്ക് അറിയാവുന്നൊക്കെ നന്ദു പറഞ്ഞപ്പോൾ, അതെന്താടി നീ അങ്ങനെ പറയുന്നേ? നീ തന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ടേ നാളെ ഞാൻ വരൂ എന്ന് നമ്മുടെ അനി പറയണം. പിന്നെ അത് ഇതുപോലുള്ള ആഘോഷങ്ങൾക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയുവാണ്. അപ്പോൾ 2 ജോഡി ഡ്രസ്സാണല്ലോ നീ തന്നത്. ഇപ്പം നന്ദുവിന് ഭയങ്കര സന്തോഷം. അപ്പോൾ എടാ നിൻ്റെ മുത്തശ്ശൻ വരുവോടാ എന്ന് നന്ദു ചോദിച്ചപ്പം മുത്തശ്ശൻ വരികയില്ല എന്ന് പറഞ്ഞു. ആകെ ഇതിൽ ഇച്ചിരി എതിർപ്പുള്ളത് മുത്തശ്ശനാണെന്നും പറഞ്ഞു. പിന്നെ നയനടത്തിയുടെ കാര്യത്തിന് ഭയങ്കര ഇതാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആ ഒരു കാര്യവും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ അനിച്ചേട്ടന് വേണ്ടിയിട്ട് ഷർട്ടും പൊക്കി പിടിച്ച് അവന്തിക മോള് കയറി വരുക കേട്ടോ. അങ്ങനെ ആ ഷർട്ടും പിടിച്ച് അനിയുടെ മുന്നിൽ വന്നിങ്ങനെ നിൽക്കുന്ന അവന്തികയെ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ടാറ്റാ.